നമസ്കാരം. ചില സത്യങ്ങൾ പറയുകയാണ് കൽപ്പറ്റ നാരായണൻ. തന്റെ മകൻ തനിക്ക് ഒരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്നയാളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് സാഹിത്യകാരൻ പറഞ്ഞു. സോഷ്യലിസ്റ്റ് നേതാവും മുൻ വടകര നഗരസഭാ ചെയർമാനുമായ കെ രാഘവൻ അനുസ്മരണത്തിലാണ് CPM-ലെയും കോൺഗ്രസിലെയും ചില പ്രശ്നങ്ങളിൽ കൽപ്പറ്റ നാരായണൻ പ്രതികരിച്ചത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഒരു സാഹിത്യകാരൻ കേരളത്തിലെ രാഷ്ട്രീയ അപജയങ്ങളെ സത്യസന്ധമായി നിരീക്ഷിക്കുന്നത്. എഴുത്തുകാർ ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിന്റെ വക്താക്കളാകരുതെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് കൽപ്പറ്റ നാരായണൻ. എഴുത്തുകാർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വേണം, പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അവർ അടിമപ്പെടരുത്. അത്തരം അവസ്ഥ വന്നാൽ പല ജനദ്രോഹ കാര്യങ്ങൾക്കും അവർ മൗനം പാലിക്കുന്ന മാനസികാവസ്ഥയുണ്ടാകും. അത് എഴുത്തുകാരന് ഭൂഷണമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വാദങ്ങൾ താൻ ഇപ്പോഴും മുറുകെ പിടിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയാണ് കൽപ്പറ്റ. CPM-ലെയും കോൺഗ്രസിലെയും ജീർണ രാഷ്ട്രീയത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ് സാഹിത്യകാരൻ. എന്തിനും ഏതിനും അഭിപ്രായം പറഞ്ഞിരുന്ന പല സാഹിത്യകാരന്മാരും ഇപ്പോൾ മൗനത്തിലാണ്. ഇതിനിടയിലാണ് കൽപ്പറ്റയുടെ വേറിട്ട ശബ്ദം എത്തുന്നത്. കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ, സാഹിത്യ വിമർശകൻ, സാംസ്കാരിക നിരീക്ഷകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് കൽപ്പറ്റ നാരായണൻ. സമ്പന്നനായി ആഡംബരത്തോടെ ജീവിക്കുക, എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് തന്റെ മകൻ എന്ന് മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പറയുന്നത്. ജീവിതം പണയം വെച്ച് ഒട്ടേറെ തല്ലുവാങ്ങി ആരോപണങ്ങൾ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന DYFI-കാരനെയും SFI-കാരനെയും അവഗണിക്കുകയാണ് ഈ വാക്കുകളെന്നും കൽപ്പറ്റ കുറ്റപ്പെടുത്തി. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭാവികമായും തന്റെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആകണമെന്നതാണ് ആഗ്രഹിക്കുക. സഖാവിനേക്കാൾ വലിയൊരു പദവി കമ്മ്യൂണിസ്റ്റുകാരന്റെ മുന്നിലുണ്ടോ? ഇല്ലെങ്കിൽ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. പിണറായി വിജയന് പുതിയ ചിന്തയ്ക്ക് അവസരം നൽകുന്നതാണിത്. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാത്തതിൽ കോൺഗ്രസ് നിരത്തുന്ന ന്യായങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ടെന്നും കൽപ്പറ്റ ചൂണ്ടിക്കാട്ടി. ജാത്യാധിഷ്ഠിതമായി രാഷ്ട്രീയം മാറിയെന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? 2 ക്രിസ്ത്യാനികൾ 2 ഉന്നത പദവികളിൽ ഇരുന്നാൽ കോൺഗ്രസിന്റെ എന്ത് ജനാധിപത്യ മൂല്യമാണ് ഇല്ലാതാവുക? യോഗ്യരായവർ ഏത് ജാതിയിലായാലും കണ്ടെത്തി അവരെ സ്വീകരിക്കുകയല്ല വേണ്ടത്. എന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ല? കൂടുതൽ ജനാധിപത്യ അധിഷ്ഠിതമാകുന്ന കേരളത്തിന് ജന്മം കൊടുക്കുകയല്ലേ ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. മകൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ മക്കൾ പ്രവർത്തിച്ചിട്ടില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇത് വലിയ ചർച്ചയായിരുന്നു. മകന് ED നോട്ടീസ് അയച്ചെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നയാളാണ് തന്റെ മകൻ. മകന് ED നോട്ടീസ് കിട്ടിയതായി തനിക്ക് അറിവില്ല. ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ മക്കൾ പ്രവർത്തിച്ചിട്ടില്ലെന്നും അവരിൽ അഭിമാനമുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമാണ്. കളങ്കിതനാക്കാൻ ശ്രമിക്കുമ്പോൾ ശാന്തമായി പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ്. 10 വർഷമായി ഞാൻ മുഖ്യമന്ത്രിയാണ്. അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ബോധ്യമുണ്ട്. പലയിടത്തും പദ്ധതികൾക്ക് കരാർ ലഭിക്കാൻ കമ്മീഷൻ നൽകണം, എന്നാൽ ഇവിടെ അങ്ങനെയില്ല എന്നതിൽ അഭിമാനമുണ്ട്. ഉന്നത തലത്തിലുള്ള അഴിമതി ഇവിടെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്റെ പൊതുജീവിതം കളങ്കരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ കുടുംബം ശക്തമായി ഒപ്പം നിന്നിട്ടുണ്ട്. എന്റെ മക്കൾ 2 പേരും അതേ നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്റെ മകനെ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അധികാരത്തിന് ഇടനാഴികളിൽ എത്ര മുഖ്യമന്ത്രിമാരുടെ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും എന്റെ മകൻ അറിയില്ല. അതാണ് എന്റെ മകന്റെ പ്രത്യേകത. ദുഷ്പേര് എനിക്കുണ്ടാക്കുന്ന തരത്തിൽ എന്റെ മക്കൾ പ്രവർത്തിച്ചിട്ടില്ല. മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ? അത് ഏശുന്നില്ലെന്നും അറിഞ്ഞപ്പോൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളെ പിണറായി വിജയൻ ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് ചിത്രീകരിച്ച് വിവാദത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ മര്യാദയ്ക്കുള്ള ജോലിയിലാണ് പ്രവർത്തിക്കുന്നത്. ജോലിയും വീടും മാത്രമാണ് അയാളുടെ ജീവിതം. മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന അനുഭവം പലർക്കുമുണ്ട്, എന്നാൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കതിൽ അഭിമാനമുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്.